ഞാൻ കുഞ്ഞുനാളിൽ നടത്തിയ ജന്മദിന പ്രസംഗം ഓർമ്മിക്കുക. ബഹുമാനപ്പെട്ട മുണ്ടയ്ക്കലച്ഛൻ്റെ വികാരിയച്ഛനായിരുന്ന മുണ്ടയ്ക്കലച്ഛൻ്റെ ജന്മദിന ദിവസത്തിൽ പിള്ളേരെല്ലാവരെയും കൂടെ സിസ്റ്റർ ഒരുമിച്ച് കൂട്ടിയിട്ട് മംഗളാശംസകൾ നേരുകയും മുട്ടായി വിതരണവും അതുപോലെ തന്നെ ബൊക്കെ കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാനുള്ളത് തുറന്നങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്പം മണ്ടത്തരായി എന്ന് പിന്നീട് തോന്നി. ഞാൻ പറഞ്ഞു, അച്ഛന് ഒത്തിരി കഴിവുകളുണ്ട്, അച്ഛൻ നന്നായിട്ട് ഇടവകയെ ഭരിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. ഇത് കേട്ടോടി വികാരിയച്ഛനും ചിരിച്ചു, അവിടെയുള്ളവരെല്ലാവരും കൂടി ചിരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായത് ചെറിയ മണ്ടത്തരാണ്. എന്നാലും അച്ഛനും പിന്നെ രസമായിട്ടാണ് അത് എടുത്തത് കേട്ടോ. അച്ഛൻ മറുപടി പ്രസംഗത്തിൽ പറയുകയും ചെയ്തു, ഇച്ചിരി ദേഷ്യം കൂടുതലാണ്, കൊച്ചു പറഞ്ഞതുപോലെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ വികാരിയച്ഛനും പറഞ്ഞ് പിന്നെ പറഞ്ഞോടുകൂടി എനിക്ക് കുറേ ആശ്വാസമായി. ചുരുക്കത്തിൽ പല മണ്ടത്തരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പിന്നെ ഉള്ളു തുറന്നാണ്, പിന്നെ നിഷ്കളങ്കതയിൽ നിന്നാണ് സംസാരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായതോടുകൂടി അച്ഛനും മനസ്സിലായി, എല്ലാവർക്കും സന്തോഷമായി. കർത്താവേ, എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളും അതുപോലെ തന്നെ നല്ല ദിനങ്ങളും ഒക്കെ ഞാൻ ഓർമ്മിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.